ഗോവയിൽ ഒത്തിരി ഇടത്ത് പോയെങ്കിലും ഈ ബോഗ്മാളു ബീച്ച് എല്ലാ ദിവസവും വൈകിട്ട് ഞങ്ങൾ ഈ ബോഗ്മാളു ബീച്ച് വരുന്നത് ഇവിടെ റഷ്യക്കാരുടെ വോളിബോൾ കളിയാണ് നടക്കുന്നത്. ഒരു ദിവസം അഞ്ചെണ്ണം ക്രിസ്റ്റിമോനും കൂടെ അവരുമായിട്ട് കളിച്ചിരുന്നു. ഇന്ന് അവർക്ക് കറക്റ്റ് ആൾക്കാർ കൂടിയതുകൊണ്ട് ഇന്ന് അവർ ക്രിസ്റ്റിമോനും അഞ്ചെണ്ണം വേറെ നിന്ന് കളിക്കുകയാണ്. അപ്പോൾ ഇച്ചിരി കഴിയുമ്പോൾ അവർ ആ കോർട്ടിൽ നിന്ന് കളിക്കുക. എല്ലാ ദിവസവും വൈകിട്ട് ഇവിടെ വന്ന് വോളിബോൾ കളി കാണാനും കളിക്കാനും നല്ല രസമാണ്. ബോഗ്മാളു ബീച്ച് കണ്ടില്ലേ, സൂര്യാസ്തമയം അടിപൊളി, നല്ല സൂപ്പർ സീനറിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ശരിക്കും ആൾക്കാരാണ്. ഇന്നലെ ഞങ്ങൾ വേറൊരു ബീച്ചിലാണ് പോയി. ആ ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒട്ടും ആഴമില്ല, ഇവിടെ ഭയങ്കര ആഴമാണ്. അപ്പോൾ അത് കാരണം ആൾക്കാർ കണ്ട് രസിക്കത്തതേ ഉള്ളൂ. പക്ഷേ ഫോറിനേഴ്സ് എല്ലാം ഇഷ്ടം പോലെ അവർ ഈ ഇറങ്ങിയാൽ അതിനുള്ള രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇതൊക്കെ ഇട്ടിട്ടാണ് അവർ ഇറങ്ങുന്നത്. അതുകൊണ്ട് അവർക്ക് വലിയ ഭയമൊന്നുമില്ല. ഈ ബോഗ്മാളു ബീച്ചിൽ വൈകിട്ട് വന്ന് ഇങ്ങനെ ചെയറിലിരുന്ന്, ഞങ്ങളുടെ അവിടെ ഒരു ഹോട്ടലുണ്ട്, ഇനി ഹോട്ടലിൽ പോയിട്ട് അവിടെ ഇരുന്നും കുറേ ദൃശ്യങ്ങളൊക്കെ കാണും. അപ്പം നിങ്ങൾ ആര് ഗോവയിൽ വന്നാലും ഈ ബോഗ്മാളു ബീച്ച് വൈകിട്ട് സന്ദർശിക്കണം. നല്ല രസമാണ്. ഈ സൂര്യാസ്തമയത്തിൻ്റെ ആ സുന്ദര ദൃശ്യം കണ്ടില്ലേ, എന്ത് രസമാണ്. ഇവിടെ ജനങ്ങൾ ശരിക്കും ഇങ്ങനെ വൈകുന്നേരം ആകുമ്പം ഇവിടെ വന്നിങ്ങനെ ഇരിക്കും. ഏറ്റവും കൂടുതൽ ഫോറിനേഴ്സാണ് ഇവിടെ. ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ കണ്ടത് ഞങ്ങൾ വന്നാറ് എല്ലാ റഷ്യക്കാരും ജർമ്മനിയിലുള്ള ആൾക്കാർ റഷ്യക്കാരെയാണ് ഏറ്റവും കൂടുതൽ കണ്ടത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഈ ഇതുണ്ടല്ലോ, ബോട്ടിങ്, ഈ പല പല റൈഡുകളുണ്ട്, അത് ആൾക്കാർ നടത്തുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അതുകൊണ്ട് നമ്മുടെ പാരച്യൂട്ടിലൊക്കെ പോയിട്ട് ആൾക്കാർ മുകളിൽ കയറും. ബോട്ടിൽ പോയിട്ട് കടലിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് പാരച്യൂട്ടിൽ മുകളിൽ പോയിട്ട് തിരിച്ചു വരിക. 1300 രൂപയാണ് അതിന്. പക്ഷേ ഇതൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്, ഞാൻ പോകാറില്ല. ഇവരൊട്ട് പോകാൻ ഞാൻ സമ്മതിക്കത്തതുമില്ല. കടലിൻ്റെ മുകളിൽ കൂടെയുള്ള വിസ്മയമുണ്ട്. കണ്ടില്ലേ ഈ വിസ്മയ കാഴ്ച, ഇത് കാണാനാണ് ശരിക്കും രസം. ഈ സൂര്യാസ്തമയം എന്ത് ഭംഗിയാണ് കാണാൻ, എന്തു ഭംഗി നിന്നെ കാണാൻ. അപ്പം അതിനകത്ത് അഞ്ചെണ്ണം നിപ്പുണ്ട്. അപ്പോൾ രണ്ടുപേരെയും കൂടിയാണ് പറഞ്ഞത്. അങ്ങനെ സൂപ്പർ ദൃശ്യങ്ങളാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാവുന്നത്. ഇതിൻ്റെ ഈ കടലിൻ്റെ ഒരു സൈഡായിട്ടൊരു മല പോലെ കാണുന്നുണ്ട്. അവിടെയും എന്തൊക്കെയോ പല പല കാഴ്ചകൾ ആൾക്കാർ ബോട്ടിൽ പോയി കാണുന്നുണ്ട്. അപ്പോൾ ഈ ബോട്ടിലുള്ള കടലിൽ കൂടെയുള്ള സഞ്ചാരം എനിക്ക് അത്ര സന്തോഷപ്രദമല്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പമ്മി കാഴ്ചകളൊക്കെ കണ്ട് രസിക്കുകയാണ്. ഗോവയിലെ ഒരു 11 ദിവസം ഗോവയിലെ എല്ലാ കടൽ തീരങ്ങളും ഇങ്ങനെ ബീച്ചുകളെല്ലാം സന്ദർശിച്ച് വൈകുന്നേരം ആകുമ്പം ബോഗ്മാളു ബീച്ചിലെത്തും. പക്ഷെ ബോഗ്മാളു ബീച്ചിൽ വന്ന് വൈകിട്ടൊരു കാറ്റും കൊണ്ട് ഇവിടുന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകുന്ന ഒരു രസം ഒരു അടിപൊളി രസം തന്നെയാണ്. താങ്ക് യു ആൻഡ് പ്രൈസ് ദ ലോർഡ്.